ഹലോ ഗൈസ്, തുടങ്ങാൻ വലിയ ഇൻട്രസ്റ്റ് വേണ്ട. ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ ഐ വി പോയ കഥ ചർച്ച ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞമ്മള് സത്യം പറഞ്ഞാൽ മിഷാനാണ് ഇതിന് ഐ വിന്റെ കോർഡിനേറ്റർ. മിഷാൻ തന്നെ പറയും നമ്മളെ ഐ വിക്ക് എങ്ങനെയാണ് കോളേജ് ഐ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയാണ്. അല്ല, അതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് വന്ന മിഷാനാണ്. നമുക്ക് ഉണ്ടായിരുന്നില്ല, നമ്മള് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ തുടങ്ങിയത്. ഐ വി എന്ന് പറയുന്നത് നമ്മള് സെക്കൻഡ് ഇയർ മുതൽ പ്ലാൻ ഒരു സംഭവമാണ്. പക്ഷെ അത് ലാസ്റ്റിക്കാണ് നമുക്കത് പോകാൻ പറ്റിയത്. നമ്മള് ജാക്കറ്റ് ടയർ പ്ലാൻ ചെയ്ത് അത് പിന്നെ കുറെ നടക്കില്ലാതെ കണ്ടപ്പോഴാണ് പിന്നെ ലാസ്റ്റ്. പക്ഷെ എനിക്ക് പോളിമറിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഐ വി, അതോ ഇതിന്റെ മുന്നുള്ള ബാച്ചോട് പോയിട്ടുണ്ടോ? ഇതിന്റെ മുന്നുള്ള ബാച്ചിൽ ലോക്കൽ ആയിട്ടുള്ള ലോക്കൽ പോണത് പക്ഷെ അതിന് ഐ വിക്ക് ഇനീഷ്യേറ്റ് ചെയ്തത് മിഷാനാണെന്നാണ് നമ്മളെ. പിന്നെ എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് വയസ്സ് പറയും. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞത് ഐ വി എന്നുള്ള പേരിലല്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ട്രിപ്പ് പോകണം എന്നൊരു മൈൻഡ്. പക്ഷെ അതിന് വഴിയാക്കി തീർത്തത് ഐ വി ആയിരുന്നു. ഐ വിന്റെ പേരിൽ ട്രിപ്പ് പോയി. ഗേൾസിന്റെ പ്രത്യേകിച്ച് നമ്മളെ കൂടെ അങ്ങനെ നമ്മള് ബോയ്സ് മാത്രമേ നമ്മൾ കുറെ ട്രിപ്പ് പോലും, അതായത് ചാടിമൺ, മൂന്നാറ്, വാഗമൺ, ഇതൊക്കെ ഇഷ്ടംപോലെ. പക്ഷെ ഗേൾസിന്റെ കൂടെ നമ്മൾ ഗേൾസ് പേരിൽ പൊതുവെ കുറവാണ്. അപ്പം ഗേൾസിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ട്രിപ്പ് നമ്മള് അതാണ് ഐ വി. അതിന് എനിക്ക് ഓർമ്മ, നമ്മള് ഇവിടുന്ന് ട്രെയിൻ എടുക്കണ കഥ ഉണ്ടല്ലോ. ട്രെയിൻ എടുക്കണ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോരുത്തരും ഓരോ സ്റ്റേഷനിൽ നിന്നാണ് കയറണം. അങ്ങനെ അപ്പനൂടെ അച്ഛൻ വന്നിട്ട് കുറച്ച് തമാശയൊക്കെ പറയണ പറയും, ഗ്യാപ്പിടാൻ പാടില്ല. അതില് എനിക്ക് ഓർക്കുന്ന കാര്യം എന്താ വെച്ചാല് തൃശ്ശൂര് കണ്ണന് AC വെയിറ്റ് ഹാൾ കിട്ടും. അപ്പൊ ഒരു മിനിറ്റ് വൈകിട്ട് അവന് എത്ര 100-200 എക്സ്ട്രാ കൊടുത്ത് ഞാനും മുല്ലയും അതിന്റെ കറക്റ്റ് ടൈം അപ്പൊ ഞങ്ങളെന്നോട് ഇറങ്ങി. അങ്ങനെ പഠിച്ചോടെ ഇരുന്ന് ഞങ്ങളെല്ലാരും തൃശ്ശൂർ പുറത്തിറങ്ങി. അത് രണ്ട് വൈകിയതല്ല, അവിടെ എണീറ്റ് അവിടെ എത്താൻ താമസമായതുള്ളൂ. അത് ഒരു മിനിറ്റിന് ഫൈൻ മേടിക്കും. പക്ഷെ അതിന്റെ പ്രത്യേകത നമ്മളെ ക്ലാസ്സിൽ 19 പേരിലും 17 പേര് അപ്പോഴും 2 പേര് മിസ്സിംഗ് ആണ്. പിന്നെ ആ 2 പേരെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെ, ശരിയല്ലേ. ഒരു ലോങ് ട്രിപ്പില് ലാസ്റ്റ് നമ്മളിപ്പോ വർക്കല പോയപ്പോ ഒരാള് പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മള് ഒരാളല്ല 2-3 പേര് വന്നിട്ടില്ല. ശരിയാ. പക്ഷെ പോണ സമയത്ത് നമ്മള് ബോഗി സെപ്പറേറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ഇവിടുന്ന് കാണാൻ അപ്പുറത്ത് പോകും, അപ്പുറത്ത് കാണാൻ ഇങ്ങോട്ട് വരും. ആ ബോഗി കുറച്ച് റിച്ച് ആയിരുന്നു. ആയിഷ, പിന്നെ NR പിന്നെ അവിടെ നേരെ പോയി അവിടെ പൂനെയിൽ എത്തിയല്ലേ. അതിന്റെ ഇടക്ക് ട്രാൻസ്ജെൻഡേഴ്സ് വന്ന് കൈ മൂക്കിനടിച്ചില്ലേ കുറച്ച് കഥകൾ. പിന്നെ പൂനെയിലെത്തി. പൂനെ നമ്മള് രാത്രി എത്തുന്നു. പൂനെ രാത്രി എത്തി. ചാമ്പൽ എന്ന് പറയാനില്ല, HOD-ന് അവര് നേരെ റൂമൊക്കെ എടുത്ത് പോയി. പിന്നെ ഞങ്ങള് വഴിയാന്തരേ അങ്ങനെ ഇവര് കുറച്ച് ചെക്കന്മാരെ കൂടിയിട്ട് എവിടെ പുറത്തു പോയി. ഞാനും ഇവനും വിഷ്ണുവും കൂടി പുറത്തു പോയിട്ട് ഇവിടെ റെയിൽവേയില് എത്ര രൂപയ്ക്കാണ്? 500 രൂപ. നമ്മള് പറഞ്ഞു വെച്ച റൂം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന്. അപ്പൊ പൂനെ അവിടെ പുറത്തിറങ്ങിയപ്പോ 300 രൂപ കിട്ടി. അവിടെ നിൽക്കാന്ന് പ്ലാൻ ചെയ്തിട്ട് ബാത്റൂം തുറന്നു നോക്കിയപ്പോഴാണ് പ്ലാറ്റ്ഫോമിൽ കിടക്കാണ്ട്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മള് ഡോക്യുമെന്ററി എടുത്തിട്ട് അത് നല്ലായിരുന്നു. അതിന്റെ ബാത്റൂമാ പറയേണ്ടത്. ഒരു ബെഡ്റൂമിന് എത്ര സൗകര്യം. പിന്നെ രാവിലെ നീച്ചു. പിന്നെ ബസ്സില് നമ്മള് കാത്തു നിൽക്കുക. മെയിൻ ആളുകള് സാറിന് വെയിറ്റ് ചെയ്തിട്ട് കുറച്ചു നേരം നിന്നോളൂ. അല്ല, കോർഡിനേറ്റർ ഫോൺ എടുക്കാത്ത സംഭവം ഉണ്ടായിരുന്നു. ഞാനൊന്ന് ശരിക്കും പേടിച്ചു. കാരണം നമ്മൾ ഇത്രയും ഓർഗനൈസ് ചെയ്ത് ഇവിടെ എത്തിയിട്ട് പിന്നെന്തോ രാവിലെ ട്രാവലറാണ് നമുക്ക് ആക്ച്വലി പറഞ്ഞത്. നമ്മളൊരു
സീനിയർ കാരണം നമുക്ക് വിളിച്ചോ കിട്ടണം. റിയ ചേച്ചി എനിക്ക് നമുക്ക് ഫേവറേറ്റ് മീൻസ് പറയേണ്ട കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് റിയയുടെ ബാച്ച്. ഇപ്പം നിഖിലേട്ടനായാലും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ബാച്ച് അല്ല, എല്ലാ ബാച്ചും അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് കുറച്ചും കൂടി റോൾ മോഡലാക്കാൻ പറ്റിയ ബാച്ച് അത്. അതിന്റെ അടിയിൽ വന്ന തീർത്ഥട ഷിഫയുടെ അർജുനേട്ടന്റെ ബാച്ചായിരുന്നു. എന്റെ ബാലത്തെ ബാച്ച് കുറെ കഥകൾ പറയാനുണ്ട്. ഓരോ എപ്പിസോഡായിട്ട് വരുന്നതാണ്. അങ്ങനെ എന്നിട്ട് നമ്മൾ ബസ് കയറിട്ട് ഫസ്റ്റ് ഡേ നമ്മള് പോയില്ലോ ഓണവാലല്ലോ പോയത്. അല്ല ബ്രിഡ്സ്റ്റോണിൽ പോയില്ലേ? പിറ്റേ ദിവസം സിംഗാർ ഫസ്റ്റ് പോയത്. നമ്മള് ആദ്യം ധാബ കയറി ഫുഡ് കഴിച്ചില്ല. അവിടുത്തെ ഫുഡ് ഒരു 30 കിലോമീറ്റർ ഒന്നും ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് സ്ഥലമില്ല അവിടെ. എന്താ പറയാ തപ്പന്നെ തപ്പ. എന്നിട്ട് മറ്റേ ധാബല്ലേ ധാബയിൽ കയറിയിട്ട് പിന്നെ നമ്മള് സിംഗാദ് കയറി. സിംഗാദ് പോയ കഥ അതാണ്. 1 മണിക്കൂർ അങ്ങോട്ട് മഹേഷ പറയുന്നത്. ഞങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് 1 മണിക്കൂർ അവിടുന്ന് മഹേഷ് ഒരു ഫോട്ടോ എടുക്കുന്നത്. ഞങ്ങളെ കയ്യില് 1%. ഞാൻ അപ്പോഴും ഇപ്പോഴും അറിയാത്തൊരു സത്യം തന്നെ അന്ന് സ്വിച്ച് ഓഫ് ആയിരുന്നു ഫോൺ. എനിക്ക് ഓർമ്മ നമ്മളെല്ലാവരും കിതച്ചു വരാ. CS ഉണ്ടല്ലോ, അളിയൻ പോയിട്ട് നേരെ റെഡ് ബുള്ള് അവിടെ മോളിലെത്തി കുടിക്കണേ. മോളെത്തിയെന്ന ആശ്വാസത്തിൽ അവിടെ ഇരിക്കുക. റെഡ് ബുള്ളൊക്കെ മേടിച്ച് ചില്ലാക്കി ടീംസിനോട് കുടിക്കുക. പിന്നെ നമ്മള് മോളിലെത്തിയിട്ട് റീല് ഷൂട്ട് ചെയ്തു. ബോയ്സിലെ സ്പാർട്ടൻസിൽ സ്റ്റോറീസ് പോയി കാണാം. ഷാരിമിസിന്റെ വക നല്ലൊരു ജ്യൂസ് കിട്ടി. മോന്റെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് വൈബായിരുന്നു. മിസ്സും കുട്ടികളും നൈസായിട്ടാണ്. അല്ല എല്ലാവരും കേറുന്ന പ്രതീക്ഷ അത്യാവശ്യം ഹെവിയായിട്ടുള്ള ട്രക്കിംഗ് തന്നെയായിരുന്നു. അതിലെന്നെ ഡാഫി ആരൊക്കെ തലമിന്നിന്ന് ഓടി എത്തിക്കണേ. അതല്ല മോളി തന്നെ ആയിഷ ഉപ്പിലിട്ട് എന്ന് ഛർദിച്ചു. അങ്ങനെ കുറെ സംഭവങ്ങൾ എന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ തന്നെ നമ്മള് തിരിച്ചു മറ്റേ സംഭവം, അതായത് വണ്ടി ഇടിച്ചിട്ട് വണ്ടി കയറാത്ത സീന്. അപ്പൊ കടന്ന് ഓടുക. പിന്നെ വണ്ടിക്കാരെ വെച്ച് തിരിച്ച് നമുക്ക് ട്രക്ക് ചെയ്ത് ആടെ എത്താൻ പറ്റില്ല. സമയം അതിന്റെ BNC നമുക്ക് ഇതിന് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മള് ജീപ്പും ഒക്കെ കൈകാട്ടി സാറിനും കുട്ടികൾക്കും താഴ്ത്തേക്ക് എത്തണം. അല്ല നമ്മളാദ്യം ലോറിക്ക് ചോദിച്ചു പെർമിഷൻ. അതൊരു സീനായിരുന്നു. അത് കേറി സാറിനെയും ടീച്ചർ നമ്മൾ ഫ്രണ്ടിൽ കയറി, നമ്മള് ബാക്കിൽ കയറി. കുറച്ചവിടെ എത്തിയപ്പോ പിന്നെ ലോറിക്കാരെന്താ കശവിശായി വണ്ടി നിർത്തല്ലോ. പിന്നെ ലോറി പോയ എക്സ്പീരിയൻസ് വിഷ്ണുവായി അന്ന് മഹേഷ് ഭായി ബോംബെ പോവാത്തോണ്ട് പിന്നെ എന്താ ചെക്ക് പോസ്റ്റ് വരുമ്പോ പിന്നെ നേരെയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇറക്കിയ സ്ഥലം ഓർമ്മ ഉണ്ടാവും. കല്ലിങ്ങനെ ഉരുണ്ട് വന്ന എല്ലാരും ഓടിയില്ലേ. സാറിന് അവര് കയറ്റി വിട്ട് ബൈക്കിന് കയറ്റി വിട്ടു. നമ്മളൊരു ഏകദേശം 2 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവല്ലേ. 1-2 കിലോമീറ്റർ നടന്നു. നടത്ത രസമായിരുന്നു. പിന്നെ കൂട്ടത്തിൽ ഒരുത്തണ്ടേ എപ്പോഴും എവിടെ ഇറങ്ങി കഴിഞ്ഞാലും നമ്മള് ബാത്റൂം പേര് മെൻഷൻ ചെയ്തില്ല. അതങ്ങനെ പോയാലും പിന്നെ അവിടെ നേരെ പോയിട്ട് ഇവിടെ എത്തി. റൂമിലേക്ക് എത്തി. റൂം അടിപൊളിയായിരുന്നു അല്ലേ. നല്ല റൂം പോയി നല്ല ആക്രമണങ്ങൾ സ്ഥാപിച്ച ആളുകളുണ്ട്. പിന്നെ നമ്മള് നിന്ന ഏരിയ അവിടുത്തെ ഒരു മലയാളി ഏരിയ, നൈറ്റ് ലൈഫ് നല്ല അടിപൊളി ഫുഡ് കാര്യങ്ങള്. പിന്നെ രാത്രി ഇരുന്നിട്ട് അവിടെ എക്സ്പീരിയൻസ്. റിയ ഇരുന്നിട്ട് പിന്നെ ആരാ ഉറങ്ങണം അവരെ കുറ്റം പറയും. പഴയ പഴയ കഥകള് അന്ന് ഉറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ 5 മണി വരെ ഇരുന്ന് പിറ്റേന്ന് രാവിലെ നേരത്തെ എണീക്കണം എന്നറിയാം. പക്ഷെ എന്നാലും
എല്ലാവരും വർത്താനൊക്കെ എല്ലാരും അടച്ചു തിന്നിക്കുന്നു. അന്ന് റിയനെ കണ്ട സന്തോഷത്തിൽ ചാടിയപ്പോഴാണ് എന്റെ ഫോണ് പൊട്ടിയത്, ഡിസ്പ്ലേ പോയത്. അതെ, 90 ഇഷ്ടം പോയത്. പിന്നെ അല്ല, പിന്നെ റിയൽ ഫുഡ് ബിരിയാണി കുറച്ച് പേർക്ക് കിട്ടിയിട്ടുള്ളൂ. ആർക്ക് കിട്ടിയെന്ന് അറിയില്ല. ഞാൻ നമ്മളവിടെ പോയിട്ട് ഒരു 10 പേര് അവിടെ കഴിച്ചിട്ട് ഇറങ്ങിയില്ല. ഒരുമിച്ച് ലേറ്റ് ആയി. സാറിനോട് സംസാരിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് നമ്മള്. പിന്നെ നമ്മള് രാവിലെ എണീച്ച് പിന്നെ എല്ലാരും എക്സിക്യൂട്ടീവ് ലുക്കിൽ ആദ്യമായിട്ട് കണ്ടോ. വിചാരിച്ചു പ്ലേസ്മെന്റ് കിട്ടും. പക്ഷെ എനിക്കന്ന് രാവിലെ ഏറ്റവും ഓർമ്മ തന്നെ നമ്മളെ ഡോണിന്റെ ബ്രെഡ് ടോസ്റ്റ് ആണ്. വേറെ മറക്കാത്തൊരു സാധനം. ഒരാള് 400 രൂപയ്ക്ക് ബിരിയാണി ഓർഡർ ചെയ്ത് ഞങ്ങള് പുറത്ത് 100 രൂപ കഴിക്കാൻ മച്ചാനെ റൂമിലേക്ക് വിളിച്ചെടുത്ത് അതിന് പേര് അനുസരിച്ച് ബ്രെഡ് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ എണീച്ചു ഇവിടെ ബൊഫെ നല്ലൊരു ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് ബ്രിഡ് സ്റ്റോണിൽ പോയി. ബ്രിഡ് ചെറിയ പ്രശ്നം ഡ്രൈവറായിട്ട് ഇത് ഇറങ്ങുമ്പോ ഒരു ഇത് എല്ലാരും പണി പോവായിരിക്കും. ക്യാമറ ഇല്ല, സീല അത് കട്ട് ചെയ്ത അത് വിഷ്വലും കട്ട് ചെയ്തിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. കൈ വെച്ചായിരുന്നു പോയിക്കോട്ടെ, ഇതാക്കണ്ട. ഓക്കെ, ടേബിൾ തുറന്നോളാം. സെറ്റല്ലേ? ഓക്കെ, പിന്നെ വേൾഡ് ലാർജസ്റ്റ് ടയർ അല്ലേ? സെക്കൻഡ് ലാർജസ്റ്റ് ഫോട്ടോ എടുത്ത് ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ എവിടെ പോയി? പിന്നെ ടയറിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു അറിയാൻ പറ്റും. ഞാൻ അന്ന് മനസ്സിലായിരുന്നു നമുക്ക് നമ്മളെ എല്ലാവർക്കും ടയറിനെ കുറിച്ച് ഇത്ര നോളജ് ഉണ്ടായിരുന്നു. വന്ന എല്ലാവർക്കും അതെ, ഇത്ര നോളജ് ഉണ്ട്. സാറേ ഈ മുകളിലോട്ട് ഇതിങ്ങനെ ഇവിടെ അതിങ്ങനെ എത്തോളം. പിന്നെ അവിടുത്തെ ഫുഡ് നല്ല ഫുഡ്, അടിപൊളി ഫുഡ് ആയിരുന്നു. പാസ്ത വെജ് ആണെങ്കിലും നല്ല ഫുഡ് ആയിരുന്നു. സുദർശൻ സാർ അല്ലേ? ഭയങ്കര ക്ലീൻ ആൻഡ് ഹൈജീനാണ്. നല്ലൊരു എക്സ്പീരിയൻസ്. അത് നമുക്ക് നമ്മൾ ആക്ച്വലി പോയത് ഒരു മെയ് ലാസ്റ്റ് സമയത്താണ്. പക്ഷെ അന്ന് ഭയങ്കര ചൂടുള്ള സമയത്ത് പ്ലാന്റിൽ ചൂടില്ലായിരുന്നു. ഭയങ്കരമായിട്ട് നല്ല കാര്യം തോന്നി. അത് കഴിഞ്ഞ് നമ്മള് പിന്നെ ലോണാവാല അല്ല തിരിച്ച് അത് ഇൻഡസ്ട്രി ഐവി നമ്മൾ നേരെ റൂം പോകുന്നത്. 2 ദിവസം നേരെ ലോണാവാല പോയി. ആക്ച്വലി അന്നാണ് റിയ വരുന്നത്. റിയൽ അഭിനയിച്ചു. അഭിനയിച്ച് രാവിലെ വന്നെ. നല്ല വിദേശി വന്നു. അന്ന് ആവശ്യം അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി. വിദേശിലൊക്കെ രാത്രി ഫുഡ് ഉണ്ടായിരുന്നു. അത് പോരുന്നതിന് ആ ഒരു ഹോട്ടൽ അടിപൊളിയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ അടിപൊളി എക്സ്പെക്ട് ചെയ്തില്ല. ഒന്നാമത് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മള് വന്നത് എന്തോ പ്രശ്നം നടക്കണം അവിടെ. അതുപോലെയൊക്കെ സെറ്റപ്പിക്ക് പോണ പോലെ ഫുഡ് കഴിക്കാൻ കയറി. നല്ല അടിപൊളി ഡൈനിങ്ങും നല്ല ഡൈനിങ്ങും നല്ല ആൾക്കാരും. പിന്നെ അത് കഴിഞ്ഞ് ലോണാവാല പോയി. ലോണാവാല കുറച്ച് ലോണാവാലയിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഒന്നല്ല കുറച്ചധികം. നമ്മളെ മിസ് നടക്കണതിൽ ഒന്ന് കാല് തെറ്റി. കൊച്ചു ഫ്രണ്ട് പോയി അപ്പൊ അവിടെ ദൂരത്ത് നിൽക്കണ ഞങ്ങളെ കൊണ്ടുപോയി. അയ്യോ ഒന്ന് ചിരിച്ചതാ. അവിടെ ചിരിച്ചത് പക്ഷെ ഇവിടെ മൊത്തത്തിൽ കേട്ടു. പക്ഷെ ഞാൻ ഓടി പോയിട്ട് രക്ഷിച്ചിട്ടോ. രക്ഷിക്കാൻ പോയി. ഇന്നമാർക്ക് പ്രതീക്ഷിച്ചാണെങ്കിലും ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്തു. കിട്ടി തീർച്ചയായിട്ടും. പിന്നെ കഴിഞ്ഞ് അവിടുന്ന് വന്ന് പിന്നെ അവിടെ കുറച്ച് നല്ല കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കേരള കേസ് പോയി. ആ ഒരു
വേ അടിപൊളിയാണ്. നല്ല സ്റ്റെപ്പും പിന്നെ സൈഡിൽ നല്ല തൈ മറ്റേ മോര്, നാടൻ മോര് അടിപൊളി. നമ്മള് കേരള സ്വീറ്റ്സ്, നാടൻ മോര്. കേരള കേസ് ഇല്ല ലാസ്റ്റ് വരെ. അതിലോട്ട് ചിക്കി അല്ലേ? ചിക്കി നല്ല ചിക്കികളായിരുന്നു. അതെ, അവിടെ നിന്നാണ് കണ്ണട്ടൻ ഒരു ഫോട്ടോഗ്രാഫർ വഴി ഒരു ഫോട്ടോ എടുത്തിട്ടൊരു പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടെ. അപ്പോഴാണ് മുമ്പ് ഭർത്താവ് വരുന്നത്. നല്ലൊരു കച്ചവടം എല്ലാരും അവിടെ നിന്ന് മുട്ടായി വാങ്ങിച്ചിട്ട് പോയത്. കൂട്ടത്തില് പലരും ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോളോഡ് പോയി കണ്ടു. പിന്നെ അങ്ങനെ അവിടെ നിന്ന് വന്നു. അവിടെ നിന്ന് പിന്നെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കാൻ പോയതാണ് വലിയ കോമഡി. നമ്മള് വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകും, മെനു നോക്കും, തിരിച്ചു വരും. പിന്നെ ഡ്രൈവറോട് പിന്നെ ആശയക്കുഴപ്പം. പിന്നെ സാറിന്റെ ഒരു കസിനോട് വന്നായിരുന്നല്ലോ, അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എളുപ്പമായിരുന്നു. പിന്നെ പെട്ടെന്ന് എത്തി നമ്മള്. പിന്നെ എല്ലാരും ഊക്കിയിട്ട് പാട്ട് പാടുന്നു, ഡെഡിക്കേറ്റഡ് സോങ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് തിരിച്ചു അല്ലേ, നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. പിന്നെ ഫുഡ് പിന്നെ നമ്മൾ നേരെ കയറി, ട്രെയിൻ കയറി. പിന്നെ പോണ തിരിച്ചു വലിയ തിരിച്ചു വരുമ്പം അത്യാവശ്യം ടയർഡാണ്, കിടന്നുറങ്ങി. പിന്നെ പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴാണല്ലോ പകുതി പോകുന്നത്. പിന്നെ കാസർഗോഡ് എത്താനായപ്പോ നമ്മള് മറ്റേ ഫുഡ് കഴിച്ചു. ബീഫ് പള്ളിക്കറി. അത് നമ്മള് മലയാളികളുടെ ഒരു വികാരം. റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ച് പിന്നെ മിച്ചാൽ അത് പിന്നെ അടുത്ത സ്റ്റേഷൻ ആയപ്പോ ലെജൻഡ് ഇറങ്ങി. എന്തായാലും നല്ല ഓർമ്മകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഐവി നല്ലൊരു ഓർമ്മകളാണ്. ശ്രദ്ധിച്ചിട്ടൊന്നും ലെജൻഡ് ഇറങ്ങി. അതെ, പിന്നെ ഓരോ ലെജൻസ് ഇറങ്ങി പോയി. അല്ല നമ്മൾ മിസ് ചെയ്തായിരുന്നു. മറ്റേ റൂട്ട് വന്നപ്പോ ദൂത്സാഗർ വെള്ളം കുറവായിരുന്നു. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു റൂട്ട്. പിന്നെ ഗോവന്റെ മുന്നിൽ പോയി ഫോട്ടോ എടുക്കാൻ പോയി അറിയാ ചെറുതായിട്ട് കിട്ടുന്നില്ല. ഘട്ടൊക്കെ വന്നു മഡ്ഗാവ് കൊണ്ടപ്പോ കൂട്ടത്തിൽ ചാടി ഇറങ്ങി പുറത്തോട്ട് ഫോട്ടോ എടുക്കാൻ. എത്ര കൈ പിടിച്ചിട്ട് പോയി. നേരെ പുള്ളിയുടെ കോച്ചിന് എച്ചോടി ഇങ്ങനെ AC വീട്ടിലൂടെ പുറത്തോട്ട് നോക്കുമ്പോ രണ്ട് അറിയുന്ന പിള്ളേർ നടന്നില്ല പോകുന്നത്. അത് മൺകൊണ്ട മുന്നിൽ പോയി ഫോട്ടോ എടുത്ത് തിരിച്ചു. എന്തിനാ വെച്ചപ്പോ സ്റ്റോറി ഇടാൻ. അത് അങ്ങനെ കുറച്ച് അത് കൈ പിടിച്ച് പോയതാരാ? പേര് പിടിച്ചില്ല. അല്ല പേര് പറഞ്ഞോ? അജയ് 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 അല്ലല്ല ഉല്ലവാസു. ഡോണില്ല, ഡോണൊക്കെ രക്ഷപ്പെട്ടോ. ഡോണല്ലേ അവിടെ ഗോവല്ലേ ഫുഡ് ചോക്ലേറ്റ് അതങ്ങനെ ഒരുത്തൻ എന്താ ചോക്ലേറ്റ് ചോക്ലേറ്റ് 3 സെറ്റ് കാണാൻ മേടിച്ചു. പ്ലേറ്റൊന്നും പിന്നെ കഴിക്കാൻ വേണ്ട, വയറ് നിറച്ച് കിട്ടിയോണ്ടേ കോച്ചിന് വന്ന് ഉപദേശിച്ച് വിട്ടു. ഇതൊക്കെ എക്സ്പീരിയൻസ്. അപ്പം ഇതാണ് ഞങ്ങളുടെ ബാച്ചിന്റെ ഒരു ഐവി എക്സ്പീരിയൻസ്. ഐവി തുടക്കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റു ബാച്ചുകളും ശ്രമിക്കാം. ഇനി ഞങ്ങളുടെ കോളേജിൽ ഓരോ എക്സ്പീരിയൻസുമായിട്ട് ഓരോ എപ്പിസോഡിൽ വരുന്നതാണ്. സ്റ്റിൽ വാച്ച്. താങ്ക് യു.